ഹലോ ഗായ്സ്, എഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് കൺഫെഷൻ ഓഫ് മർഡർ എന്ന ഒരു അടിപൊളി മൂവിയുടെ എക്സ്പ്ലനേഷൻ നോക്കിയാലോ. എന്നാൽ നമുക്ക് കഥയിലേക്ക് പോകാം. അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. എന്നാൽ നമുക്ക് കഥയിലേക്ക് പോകാം. 1986 മുതൽ 1990 എന്നീ കാലഘട്ടത്തിൽ സൗത്ത് കൊറിയയിൽ വെച്ച് 10 പെൺകുട്ടികൾ നിഗൂഢമായ സാഹചര്യത്തിൽ മിസ്സിംഗ് ആവുകയും കുറച്ചു ദിവസം കഴിഞ്ഞതും അവരുടെ ബോഡികൾ പലതരം പീഡനം അനുഭവിച്ച ശേഷം നിഗൂഢ സാഹചര്യത്തിൽ കണ്ടെത്തുകയും ചെയ്യുന്നു. ഇതായിരുന്നു കൊറിയയുടെ ചരിത്രത്തിൽ ആദ്യമായി നടന്ന ഒരു സീരിയൽ കില്ലർ സംഭവം. അതേസമയം തന്നെ അവിടെ സിവിൽ ലോയും പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നു. അതായിരുന്നു സ്റ്റാച്യു ഓഫ് ലിമിറ്റേഷൻ. അത് പ്രകാരം ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ 15 വർഷത്തിനകം സാധിച്ചില്ലെങ്കിൽ പിന്നെ കണ്ടുപിടിച്ചാലും അവരെ ശിക്ഷിക്കാൻ കഴിയില്ല. എന്തിനേറെ 15 വർഷം കഴിഞ്ഞ് കുറ്റവാളി തന്നെ ഞാൻ ആ കുറ്റം ചെയ്തെന്ന് പറഞ്ഞാൽ പോലും ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് ആ ലോ. എന്തായാലും നമുക്ക് കഥയിലോട്ട് കടക്കാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ചേസിംഗ് സീനാണ് കാണിക്കുന്നത്. നമ്മുടെ നായകനായ ചോ ഒരു പോലീസുകാരനാണ്. ചോ ആ സീരിയൽ കില്ലറിനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അയാളുടെ പുറകെയുള്ള ചേസിംഗ് ആണ് നമ്മൾ ആദ്യം കാണുന്നത്. കില്ലർ ഒരു മാസ്ക് ഇട്ടത് കൊണ്ട് തന്നെ അയാളെ നമുക്ക് ഈ സീനിൽ കാണാൻ കഴിയുന്നില്ല. ശേഷം ചോ അവന്റെ പിന്നാലെ തന്നെ തുരത്തിക്കൊണ്ട് പോവുകയാണ്. കാറിന്റെ മുകളിലൂടെ ഉരുണ്ടും ബിൽഡിങ്ങിന്റെ വിൻഡോ പൊട്ടിച്ച് ചാടിയും ഒക്കെ വൻ സീൻ കാണിച്ചാണ് ഈ ഷോട്ട് എടുക്കുന്നത്. ശേഷം ഇരുട്ട് നിറഞ്ഞൊരു സ്ഥലത്തെത്തി ഫൈറ്റിനിടയിൽ കില്ലർ ചോയുടെ ദേഹത്തേക്ക് കത്തികൊണ്ട് കുത്തുന്നു. അവനെ കൊല്ലുക എന്നതല്ലായിരുന്നു അവന്റെ ലക്ഷ്യം, മറിച്ച് അവൻ ജീവനോടെ ഉണ്ടാകണമെന്ന കാര്യത്തിൽ ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. കുത്തേറ്റ് താഴെ വീണ ചോ ചോദിക്കുകയാണ്, നീ അവളെയും കൊന്നോ എന്ന്. അതിന് ആ കില്ലർ ചോയുടെ മുഖത്ത് കത്തികൊണ്ട് മാർക്ക് ചെയ്തു. അവന്റെ വായുടെ ഭാഗം കട്ട് ചെയ്ത ശേഷം പറഞ്ഞു, ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പ്ലാൻ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നീ പതിയെ അറിഞ്ഞോളും എന്ന് പറഞ്ഞ് ആ ഇരുട്ടിലേക്ക് അവൻ നടക്കുന്നതും ചോ തന്റെ റിവോൾവർ എടുത്ത് ആ കില്ലറിന്റെ തോളിലേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ശേഷം ആ സീൻ അവിടെ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ പ്രസന്റ് ടൈം കാണിക്കുന്നു. ടിവിയിൽ റിപ്പോർട്ടേഴ്സ് പറയുകയാണ്, സ്റ്റാച്യു ഓഫ് ലിമിറ്റേഷൻ കഴിയുവാണ്. അതായത് ആ 10 പെൺകുട്ടികളെ കൊന്ന ആ കില്ലറിനെ കണ്ടുപിടിക്കാനുള്ള ടൈം കഴിയുകയാണ്. ശേഷം കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ചോയെ ഒരു റിപ്പോർട്ടർ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അതിന് ചോ പറയുന്നു, ദയവ് ചെയ്ത് നീ മരിക്കാതിരിക്കുക, നിന്റെ മരണം എന്റെ കൈ കൊണ്ടാണ്. സീരിയൽ കില്ലറിനോടാണ് പറയുന്നത്. അത് അവൻ ടിവിയിലൂടെ കാണുന്നുമുണ്ട്. ശേഷം ചോയും അവസാനം അവനെ കണ്ടുമുട്ടിയ ആ സ്ഥലത്ത് തന്നെ നിന്നിട്ട് ഇതുവരെ അവനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് സ്വന്തമായി ബ്ലെയിം ചെയ്തു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ചോയ്ക്ക് ഒരു കോൾ വരുന്നത്. അതാരാണെന്ന് വെച്ചാൽ ഈ 10 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ആദ്യത്തെ പെൺകുട്ടിയുടെ മകനാണ് വിളിക്കുന്നത്. ഇന്നത്തോടെ എല്ലാം അവസാനിച്ചല്ലോ, സ്റ്റാച്യു ഓഫ് ലിമിറ്റേഷൻ ആയിരിക്കുന്നു. ഇനി ആ കില്ലറിനെ കണ്ടുപിടിച്ചിട്ട് എന്ത് കാര്യം? ഇത്രയും നാളും എന്നെ ഒരു അനിയനെ പോലെ നോക്കി, ഇനി അതിന്റെ ആവശ്യമില്ല. താങ്ക് യു ഫോർ എവറിത്തിങ്. താൻ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നു എന്ന് അയാൾ പറയുന്നു. ഇത് കേട്ട് ചോ വെപ്രാളത്തിൽ അവിടെ നിന്നും ഓടി അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. അപ്പാർട്ട്മെന്റിൽ എത്തിയ സമയത്ത് അയാൾ സൂയിസൈഡ് ചെയ്യുവാൻ വേണ്ടി റൂഫ് ടോപ്പിൽ നിൽക്കുന്നു. അവിടേക്ക് ചോ ചെന്ന് അയാളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അയാൾ കൺവീൻസ് ആകുന്നില്ല. അയാൾ അവിടുന്ന് താഴേക്ക് ചാടി ഒരു ബസ്സിലിടിച്ച് മരിക്കുകയാണ്. ശേഷം മരിച്ച വ്യക്തിയുടെ ശവമടക്കൊക്കെ കഴിഞ്ഞ് നടന്നു വരുന്ന സമയത്താണ് ഈ ഫിലിമിന്റെ ടൈറ്റിൽ കാണിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ ഈ ഇൻസിഡന്റ് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു സീനിൽ ചോയ്ക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. അതിൽ നീ പെട്ടെന്ന് ന്യൂസ് വെച്ച് നോക്കാൻ ആവശ്യപ്പെടുന്നു. ഇത് കേട്ട് നായകൻ TV ഓണാക്കിയ ടൈമിലാണ് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ 17 വർഷം മുമ്പത്തെ ആ കില്ലറിലെ അവൻ നേരിട്ട് പ്രത്യക്ഷപ്പെടുകയും അവൻ താൻ തന്നെയാണ് ആ കില്ലർ എന്ന് കൺഫേസ് ചെയ്ത് ഇതൊക്കെ പറയുന്നതിനായി ഒരു പ്രസ് കോൺഫറൻസും അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അവിടെ ഇരുന്ന റിപ്പോർട്ടേഴ്സൊക്കെ കില്ലറിനോട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ബുക്ക് ഇറക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് കില്ലർ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഒരു കുറ്റബോധം ഉള്ളത് കൊണ്ടാണ്. അവിടെ എല്ലാ റിപ്പോർട്ടേഴ്സും അവനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇതിനൊക്കെ തക്കതായ മറുപടിയും അവൻ വളരെ കാമായിട്ട് ചിരിച്ചുകൊണ്ട് പറയുന്നു. അടുത്തതായി ഒരു റിപ്പോർട്ടർ പെൺകുട്ടി, നിങ്ങളുടെ സ്കിൻ ഇത്രയും ഗ്ലോ ആയിരിക്കുന്നത് എങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നു. ആ ബെസ്റ്റ്, ഇപ്പോൾ ചോദിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചോദ്യം, എന്താ അല്ലേ? നെക്സ്റ്റ് ആയിട്ട് ഒരു റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തന്നെയാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അതിന് കില്ലറും ചിരിച്ചുകൊണ്ട് വായുടെ ഭാഗത്തൊക്കെ തൊട്ടതിന് ശേഷം മറുപടി കൊടുക്കുന്നത്,
അതിന് കില്ലറും ചിരിച്ചുകൊണ്ട് വായുടെ ഭാഗത്തൊക്കെ തൊട്ടതിന് ശേഷം മറുപടി കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടോണ്ടിരിക്കുന്ന നായകന് ആ വായിലെ മാർക്ക് ഓർമ്മ വരുന്നു. പിന്നെ കില്ലർ പറയുന്നു, അന്ന് ആ പോലീസുകാരൻ ഷൂട്ട് ചെയ്ത ബുള്ളറ്റ് ഇപ്പോഴും എന്റെ തോളിലുണ്ട് എന്ന് പറയുന്നു. എക്സ്റേയും മാത്രമല്ല, ഒരു മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് അവന്റെ തോളിൽ ഇപ്പോഴും അത് ഉണ്ട് എന്ന ആ ഒരു കാര്യം കാണിക്കാൻ വേണ്ടി എല്ലാവരുടെയും മുമ്പിലും പ്രൂവ് ചെയ്യുന്നു. ഐ ആം ദ മേർഡർ എന്ന് പറയുന്ന ബുക്ക് ഇന്ന് രാത്രി 12 മണിക്ക് ഓൺലൈൻ സെയിൽ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞ് ആ ഒരു പ്രസ് മീറ്റ് അവസാനിപ്പിക്കുന്നു. ഓൺലൈൻ സെയിൽ സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റായിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് ആ ഒരു സ്റ്റോക്കിലുള്ള എല്ലാ ബുക്കും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകുകയും പിറ്റേ ദിവസം ആ ബുക്ക് വിറ്റ് കിട്ടിയ ക്യാഷ് മൊത്തം ഒരു ഓർഫനേജിന് അവൻ ഡൊണേറ്റ് ചെയ്യുന്നു. ഇവൻ പോകുന്ന വഴിയിലെല്ലാം മീഡിയാസും റിപ്പോർട്ടേഴ്സും എല്ലാം ഇവന്റെ പുറകെ നടക്കുകയും അവരെ തടയാൻ വേണ്ടി ഒരുപാട് ബോഡി ഗാർഡ്സും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് മാറുകയാണ് ഈ ഒരു സീരിയൽ കില്ലർ. ശേഷം ഇവനെ ഒരാളെ കാണാൻ വന്നിരിക്കുകയാണ്. ആരാന്ന് വെച്ചാൽ ഇവൻ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടികളിലെ ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്. അദ്ദേഹത്തിന്റെ വീടിനു മുമ്പിൽ വന്നതിന് ശേഷം ഞാൻ ചെയ്തത് തെറ്റാണ്, എന്നോട് ക്ഷമിക്കൂ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നു. അതിന് ആ അച്ഛൻ അവന്റെ കരണക്കുറ്റിക്ക് ഒരു വീക്കും കൊടുത്ത് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നു. ആ സീൻ അവിടെ കട്ടായി നെക്സ്റ്റ് സീനിൽ ചോയെ കാണിക്കുന്നു. അവൻ അവന്റെ കൂട്ടുകാരനോട് സംസാരിക്കുന്നു. അവൻ പറയുന്നുമുണ്ട് ഇവൻ തന്നെ ആയിരിക്കും ആ ഒരു സീരിയൽ കില്ലർ, ഇല്ലെങ്കിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്നും ബുക്കിൽ എഴുതുവാൻ സാധിക്കുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ചോയും അത്രയ്ക്ക് കൺവീൻസ് ആകുന്നില്ല. അവൻ നുണ പറയുന്നതാണ്, അവന് വേറെ എന്തോ ഉദ്ദേശമുണ്ട്, അവനല്ല എന്നൊക്കെ പറയുകയാണ്. ആ സമയം അവരുടെ ചീഫ് അവിടെ കടന്നു വരികയും എന്തുകൊണ്ട് ഇത്ര നേരമായിട്ടും അവനെ പിടിച്ചില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ചോ പറയുന്നത് എങ്ങനെ പിടിക്കാനാണ്, സ്റ്റാച്യു ഓഫ് ലിമിറ്റേഷൻ അല്ലേ, പിന്നെ എന്ത് ചെയ്യും. അപ്പോഴാണ് ആ ചോ ആ ബുക്ക് കാണിച്ചിട്ട് ഇവനെയൊക്കെ കണ്ടാൽ ഒരു കില്ലറായിട്ട് തോന്നുന്നുണ്ടോ, ഇവൻ വേറെ എന്തോ ഒരു ഫ്രോഡാണ്, ഇവന് വേഗം കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഇവർ സംസാരിക്കുന്ന അവിടേക്ക് ഒരുപാട് പ്രസ് മീഡിയ ഒക്കെ വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ എല്ലാവരുമല്ലേ കേസ് അന്വേഷകർ, ഇവൻ തന്നെയാണോ കില്ലർ എന്നൊക്കെ കൺഫേം ചെയ്യാൻ വേണ്ടി ഓരോന്ന് ചോദിക്കുന്നു. എന്നാൽ ആരും ഇതിനൊരു മറുപടി കൊടുക്കുന്നില്ല. ചോ ആണെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇവിടെങ്കിലും ഒന്ന് സ്വൈര്യം തരാമോ എന്ന് പറഞ്ഞ് വളരെയധികം ദേഷ്യപ്പെടുന്നു. അപ്പോൾ ആ കില്ലർ തന്നെ ചോയെ കാണാൻ വന്നിരിക്കുകയാണ്. ഇവനെ കണ്ടതും ചോയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു. അപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടികളെല്ലാം അവനെ നോക്കി വായും പൊളിച്ചു നിൽക്കുന്നു. കില്ലർ നമ്മുടെ ചോയെ നോക്കിയിട്ട് കുറെ നാളായല്ലോ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് അവന്റെ ഫേസിലുള്ള ആ മാർക്ക് സിംബോളിക് ആയിട്ട് കാണിച്ചിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. ഉടനെ ചോ അവന്റെ കയ്യിൽ തന്നെ കാർക്കിച്ച് തുപ്പുന്നു. എന്നാൽ അതിനൊന്നും പ്രതികരിക്കാതെ ആ കില്ലർ നേരെ ചോയുടെ അടുത്ത് ചെന്നിട്ട് ചെവിയിൽ എന്തോ കാര്യം പറയും. ശേഷം അവൻ അവിടെ നിന്നും തിരിച്ചു പോകുമ്പോൾ ഹേയ് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് ചോ അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂഡിൽസ് കില്ലറിന്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്നു. എന്നാൽ ആ കില്ലർ ഇതിനൊന്നും തിരിച്ചു പ്രതികരിക്കാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. ആ സീൻ അവിടെ കട്ടായി നെക്സ്റ്റ് സീനിൽ ജയിലിൽ നിന്നും ഒരു വ്യക്തി ഇറങ്ങുന്നതായി കാണിക്കുന്നുണ്ട്. അവൻ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്വയം ഒരു വലിയ റൗഡിയാണെന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ച് നടക്കുന്ന ഒരു കോമഡി പീസാണ്. അവൻ എന്തായാലും നമുക്കൊരു പേര് കൊടുക്കാം, ശ്രാങ്ക്. ആ സമയം ശ്രാങ്കിനെ മീറ്റ് ചെയ്യാൻ ഒരു സ്ത്രീ കാറിൽ വരുന്നു. എന്നിട്ട് അവൾ അവനെയും കൂട്ടിക്കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ എത്തി അവൻ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു പാമ്പ് അവന് നേരെ കടിക്കാൻ വരികയാണ്. ആ സമയം പിന്നിൽ നിന്നും വന്ന ഒരു പെൺകുട്ടിയാണ് അവനെ രക്ഷപ്പെടുത്തുന്നത്. ശേഷം അവിടെയുള്ള ഒരു വീടിനുള്ളിൽ കയറിയ സമയം ഒരുപാട് പേരിരിക്കുന്നു. ഇവരൊക്കെ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 10 പെൺകുട്ടികളെയും കടത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അവരുടെയൊക്കെ റിലേറ്റീവ്സ് ആണ്. ആ സീരിയൽ കില്ലർ 10 പെൺകുട്ടികളെ കടത്തിക്കൊണ്ട് പോയി കൊന്നു. അതിനു പുറമെ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടല്ലോ, ആ പെൺകുട്ടിയുടെ ബോഡി ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ പെൺകുട്ടിയുടെ അമ്മയാണ് ഈ ഒരു സ്ത്രീ. പിന്നീടാണ് ഇവരുടെ പ്ലാനിനെ പറ്റി ശ്രാങ്കിനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഞങ്ങൾ മറ്റു ഫാമിലീസിനോടെല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ അവർക്കൊന്നും ഇതിന് താല്പര്യമില്ല. ഞങ്ങൾക്ക് ആ കില്ലറെ കൊല്ലണം, അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾ അവനെ കൊല്ലണം എന്നൊക്കെ ശ്രാങ്കിനോട് പറയുന്നു. ആ സീൻ അവിടെ കട്ടായി നെക്സ്റ്റ് സീനിൽ NBC എന്ന ഒരു മീഡിയ ചാനൽ കാണിക്കുകയാണ്. ഇപ്പോഴത്തെ കില്ലർമാരൊക്കെ നല്ല സുന്ദരന്മാരാണെന്നൊക്കെ അവിടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി പറയുന്നുമുണ്ട്. അപ്പോഴേക്കും അവിടുത്തെ മീറ്റിംഗ് ഹെഡ് കടന്നു വരികയാണ്. നമുക്ക് ആ സീരിയൽ കില്ലറിനെയും ചോയിനെയും വെച്ച് ഒരു ഷോ ലൈവ് ടെലികാസ്റ്റ് ചെയ്യാം, അത് നമുക്ക് ക്രെഡിറ്റ് ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തി അയ്യോ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചോ ദേഷ്യത്തിന് ആ കില്ലറെ അവിടെ വെച്ച് തന്നെ കൊന്നുകളയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഹെഡ് അയാളുടെ നേരെ വന്നിട്ട് അതൊക്കെ സംഭവിക്കാതിരിക്കാൻ നമ്മളാണ് നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു.
അടുത്ത സീനിൽ ചോയ് അവന്റെ കൂട്ടുകാരനോട് സംസാരിച്ച് കാറിൽ വരികയാണ്. അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, എന്താണ് അവൻ നിന്റെ ചെവിയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആ ന്യൂഡിൽസ് അവന്റെ മുഖത്തേക്ക് എറിയാനാണ് അവൻ ആവശ്യപ്പെട്ടതെന്നും മാത്രമല്ല അവൻ എങ്ങനെ മീഡിയകളെ കയ്യിലെടുക്കണമെന്ന് അറിയാമെന്നും ചോയ് പറയുന്നു. ദെൻ കില്ലർ അവന്റെ പബ്ലിഷേഴ്സിന്റെ കൂടെ ഇരുന്ന് മീൽസ് എല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു. ഒരു പബ്ലിഷേഴ്സും നിങ്ങളെ കണ്ടിട്ട് ഒരു കില്ലറായിട്ട് തോന്നില്ലല്ലോ എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നു. ശരിക്കും എന്നെ കണ്ടാൽ കില്ലറായിട്ട് തോന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരു നോട്ടം നോക്കുന്നുണ്ട്. ആ ഒരു നോട്ടത്തിൽ തന്നെ പബ്ലിഷേഴ്സ് വെന്തുരുകിപ്പോയി. പേടിച്ച ആ പബ്ലിഷേഴ്സ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞല്ല, സോറി സോറി എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പുറത്താണെങ്കിൽ ഇവരെല്ലാം ചേർന്ന് ഒരു ടീമായിട്ട് അവനെ എങ്ങനെയെങ്കിലും തട്ടിക്കൊണ്ടു പോകണം എന്ന് പ്ലാൻ ചെയ്യുകയാണ്. ആ സമയം അവിടെ സ്രാങ്ക് വന്നിട്ട് ഈ സമയത്തിന് വേണ്ടിയാണ് ഇത്രയും നാൾ ഞാൻ അവന് വേണ്ടിയാണ് കാത്തിരുന്നത്, അവനെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയും കണ്ടം തുണ്ടമായിട്ട് വെട്ടിക്കൊല്ലണം എന്ന് വളരെ ഇമോഷണൽ ആയിട്ട് പറയുന്നു. ശേഷം ചോയ് ഒരു ഡോക്ടറെ ചെന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നു, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞില്ലേ, ഇനി നീ എന്തിനാണ് ഈ മുഖത്തെ ഈ സ്കാർ വെച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്കത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റാം. അതിന് ചോയ് പറയുന്നു, അതിന്റെ ആവശ്യമില്ല, ഇതെനിക്ക് അവൻ തന്ന ഗിഫ്റ്റാണ്, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറയുന്നു. ഉടനെ ഡോക്ടർ, മതി, നീ നിന്നെ തന്നെ ഇങ്ങനെ ബ്ലെയിം ചെയ്ത് സ്വയം ഇല്ലാതാകരുത്, നീ അതിൽ നിന്നും എങ്ങനെയെങ്കിലും വെളിയിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് അവനെ ഒന്നുകൂടെ അഡ്വൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതേ സമയം കില്ലർ അവന്റെ ബുക്ക് വാങ്ങുന്ന എല്ലാവർക്കും ഒരു ഓട്ടോഗ്രാഫ് ഒക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട്. ആ സമയം അവിടേക്ക് ചോയ് കടന്നു വന്നിട്ട്, നിനക്കൊന്നും നാണവും മാനമില്ലേടാ, ഇത്രയൊക്കെ തെണ്ടിത്തരം കാണിച്ചിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് വളരെ റൂഡായി സംസാരിക്കുന്നു. അപ്പോൾ അവിടെ നിൽക്കുന്ന ബോഡി ഗാർഡ്സ് എല്ലാം അവനെ മാറ്റുന്ന സമയത്ത് കില്ലർ ചിരിച്ചുകൊണ്ട് മാത്രം റിയാക്ട് ചെയ്യുന്നു. ഇതേ സമയം ഇപ്പുറത്ത് കില്ലറിനെ തട്ടിക്കൊണ്ടുപോകാനായിട്ട് അവർ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. പ്ലാൻ ചെയ്തതുപോലെ പിറ്റേ ദിവസം കില്ലർ സ്വിമ്മിംഗ് പൂളിലേക്ക് കുളിക്കാൻ ഇറങ്ങുമ്പോൾ ആ പാമ്പിനെ വളർത്തുന്ന അപ്പൂപ്പനില്ലേ, ആ അപ്പൂപ്പൻ പാമ്പിനെ എല്ലാം സ്വിമ്മിംഗ് പൂളിലേക്ക് ഇടുന്നു. പാമ്പ് കില്ലറെ കടിക്കുകയും അയാൾ അൺകോൺഷ്യസ് ആയിട്ട് വീഴുന്നു. ശേഷം ബോഡിഗാർഡ്സ് എല്ലാം കില്ലറിനെ എടുത്തുകൊണ്ട് ഒരു ആംബുലൻസിലെല്ലാം കയറ്റുന്നുണ്ട്. ആംബുലൻസിലുള്ള ആളുകൾ ആരൊക്കെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ വിക്ടിംസിന്റെ റിലേറ്റീവ്സ് ആയിരുന്നു അവർ. കില്ലറിനെ കയറ്റിയ ശേഷം അവർ അവിടെ നിന്നും പോകാൻ തയ്യാറെടുക്കുന്ന ആ കറക്റ്റ് സമയത്ത് തന്നെ അവിടേക്ക് ശരിക്കുള്ള ആംബുലൻസ് കടന്നു വരികയാണ്. ശേഷം ഇത് രണ്ടും കൺഫ്യൂസ് ആയിട്ട് അവിടെയുള്ള കത്തിയൊക്കെ കാണിച്ച് സ്രാങ്ക് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുന്നുണ്ട്. എങ്ങനെയൊക്കെയോ അവർ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ഈ കില്ലറിനെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വിവരം ചോയും അറിയുന്നു. അപ്പോൾ ദേഷ്യപ്പെട്ട് അവനെ പിടിച്ചുകൊണ്ടുപോയത് എന്റെ സർക്കിളിൽ നിന്നാണ്, ഇനി ഇതും എന്റെ തലയിലാകും എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ സംഭവ സ്ഥലത്തേക്ക് ചോയ് പോകുന്ന സമയത്താണ് ആ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറെ ചോയ് ശ്രദ്ധിക്കുന്നത്. ഈ ഒരു കേസ് അന്വേഷിച്ചത് ചോയ് ആയതുകൊണ്ട് തന്നെ ആ പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടിയുടെ അച്ഛനായിരുന്നു ആ അപ്പൂപ്പൻ എന്ന് ചോ മനസ്സിലാക്കുന്നു. ഇത് മനസ്സിലാക്കിയ ചോയ് ആ ആംബുലൻസിന്റെ പിന്നാലെ പോവുകയും അതിൽ ചെന്ന് ഇടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു ഇടിയുടെ ആഘാതത്തിലാണ് കില്ലറിന് ബോധം വരുന്നത്. ഇതേ സമയം തന്നെ മുകളിൽ നിന്നും ഒരു സർജിക്കൽ നൈഫ് കില്ലറിന്റെ കയ്യിൽ കുത്തി തറച്ചു നിൽക്കുന്നുണ്ട്. ഒരു സൈഡിൽ കില്ലറിന്റെ ആളുകളെല്ലാം ഇവരെ ചേസ് ചെയ്യുന്നു, അതിനു പിന്നാലെ ചോ ചേസ് ചെയ്യുന്നു. ശേഷം ഇവരെല്ലാം മറികടന്ന് കില്ലർ വെളിയിലേക്ക് വരുന്നു. കില്ലറെ പിടിക്കാൻ വേണ്ടി അതിലുള്ള ആളുകളെല്ലാം ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വൻ ത്രില്ലിംഗ് സിറ്റുവേഷൻ. അതിനിടയ്ക്ക് സ്രാങ്കും കില്ലറും ഒക്കെ ആയിട്ട് നല്ലൊരു ഫൈറ്റ് ഒക്കെ ഉണ്ട്. കാണുമ്പോൾ വളരെ കോമഡി ആണെങ്കിൽ പോലും വളരെ വലിയ സീരിയസ് കാര്യമാണ് നടക്കുന്നത്. വില്ലന്റെ കാർ വന്ന് നായകനെ ഇടിക്കുക, നായകന്റെ കാർ വന്ന് വില്ലനെ ഇടിക്കുക, ഇവന്റെ രണ്ടുപേരുടെയും കാറിൽ ആംബുലൻസ് ഇരിക്കുക, സ്രാങ്കും കില്ലറും തമ്മിലുള്ള ഒരു ഫൈറ്റ്, കുരങ്ങുകളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മറിഞ്ഞ് അങ്ങനെ മൊത്തത്തിൽ ഫൈറ്റിംഗ് ചേസിങ് സിറ്റുവേഷൻ ആയിരുന്നു അത്. അതിന്റെ അവസാനം ആ കില്ലറിനെ എങ്ങനെയൊക്കെയോ അവർ ആംബുലൻസിലേക്ക് തന്നെ തിരിച്ചു കയറ്റുന്നു. അങ്ങനെ എല്ലാവരും കൂടി ആ കില്ലറിനെ തട്ടിക്കൊണ്ടു പോകുന്നു. ഇതും കൂടെ ആയപ്പോൾ നമ്മുടെ ചോയുടെ നേരെ ഒരുപാട് ചോദ്യങ്ങളായിട്ട് വരികയാണ്. നിങ്ങൾ ഉള്ളപ്പോൾ ഇതൊക്കെ എങ്ങനെ നടക്കുന്നു, നിങ്ങൾ എന്തു ചെയ്യുക, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് അവനെ ഇങ്ങനെ വറുത്തെടുക്കുന്നു. ഈ ഒരു കാര്യങ്ങളെല്ലാം ന്യൂസിലൂടെ തന്നെ ഇവരും അറിയുന്നുണ്ട്. ശേഷം ആ ഡോക്ടർ ചോയെ മീറ്റ് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ അവരെ കണ്ട് സംസാരിക്കട്ടെ, അവരെ കൺവിൻസ് ആക്കാൻ നോക്കട്ടെ. അതിന് ചോയും, അവരെ കണ്ടിട്ട് കൺവിൻസ് ആകുമെന്ന് തോന്നുന്നില്ല, ഇത് ഞാൻ തന്നെ നോക്കിക്കോളാം, ഫ്രീ ആയിട്ട് വിട്ടേക്ക് എന്ന് ചോയ് പറയുകയാണ്. അന്ന് തന്നെ അവരുടെ ഡിപ്പാർട്ട്മെന്റ് സഹായത്തോടെ ചോയ് അവരുടെ ടവർ ലൊക്കേഷനൊക്കെ ട്രാക്ക് ചെയ്ത് ആ ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നു. ഒരു മാസ്കും ഗ്ലൗസും നൈറ്റ് വിഷൻ ഗൂഗിൾസും എല്ലാമായിട്ട് കാറിൽ നിന്നും ഇറങ്ങി അവിടേക്ക് പോകുന്നു. അവിടെയാണെങ്കിൽ കില്ലറിനെ കെട്ടിയിട്ടിരിക്കുന്നതിന്റെ ചുറ്റുമായിട്ട് എല്ലാവരും കൂടി നിന്നിട്ട് അവന്റെ മുഖത്തേക്ക് വെള്ളമൊഴിച്ച് അവൻ കോൺഷ്യസ് ആകുമ്പോൾ എന്തിനു വേണ്ടിയാണ് നീ ഇതൊക്കെ ചെയ്തത്, അവിടെയുള്ള എല്ലാവരും ഇവനെ ചോദ്യം ചെയ്യുന്നു. ആ സമയം ചോയ് അവിടുത്തെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കുന്നു. നൈറ്റ് വിഷൻ ഗൂഗിൾസ് ഉപയോഗിച്ച്
റൂമിലേക്ക് വരുന്നു. കറണ്ട് പോയിട്ട് കണ്ണ് കാണാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ പോലും കില്ലറുടെ ദേഹത്ത് നിന്നും കണ്ണെടുക്കാതിരിക്കുകയാണ് ആ സ്ത്രീ. ഇവിടെ വേറെ ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കി അടിക്കാൻ അവർ കൈയൊക്കെ വീശുന്നുണ്ട്. പക്ഷേ ചോയെ അവർക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ചോയ് എന്തൊക്കെയോ ഒക്കെ ചെയ്തിട്ട് കില്ലറെയും രക്ഷപ്പെടുത്തി തോളിലിട്ട് അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി മെയിൻ സ്വിച്ച് ഓണാക്കി അവരുടെ ക്രോസ്ബോ യൂസ് ചെയ്ത് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും പറ്റുന്നില്ല. ശേഷം ചോയ് കില്ലറിനെ രക്ഷപ്പെടുത്തി സേഫായിട്ട് അവിടെ നിന്നും കൊണ്ടുപോയി. അവരെ അങ്ങനെ സേഫായി വീട്ടിലെത്തിച്ച ശേഷം ചോയ് അവന്റെ കഴുത്ത് തൊട്ട് നോക്കുമ്പോഴാണ് അവന്റെ കയ്യിൽ ബ്ലഡ് ആവുന്നത്. അവന്റെ കഴുത്തിന്റെ ഭാഗത്ത് എന്തോ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ശേഷം ഹോസ്പിറ്റലിൽ കിടക്കുന്ന കില്ലറിനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടേഴ്സ് വരുന്നു. അവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കില്ലർ പറയുകയാണ്, ഇതൊക്കെ ഓരോ ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ്, മാത്രമല്ല ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, എനിക്കൊരു പരാതിയും ഇല്ലെന്ന് വളരെ കാമായിട്ട് പറയുകയാണ്. ശേഷം നെക്സ്റ്റ് ഡേ ആ ലേഡി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. അവിടെ വെച്ച് ചോയെ കാണുകയാണ്. ആ ലേഡിയുടെ നഖം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ ചോയുടെ കഴുത്തിൽ നഖം കൊണ്ട് പോറിയ പാടുണ്ടായിരുന്നു. അതായത് ചോയുടെ കഴുത്തിലെ ആ മുറിവ് ഈ ലേഡിയുടെ നഖം കൊണ്ടതാണ്. ഇത് കണ്ട് ഇവനാണ് ഇന്നലെ നൈറ്റ് വന്നതെന്ന് മനസ്സിലാക്കി അവന്റെ മുഖത്തിട്ട് ഒരടിയും കൊടുത്ത് ഒന്നും മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. ഒരു വാക്കുപോലും തിരിച്ചു പറയാതെ ചോ ആണെങ്കിൽ അടിയും വാങ്ങി അവിടെ തല കുനിച്ചു നിൽക്കുന്നു. നെക്സ്റ്റ് സീനിൽ നേരത്തെ പറഞ്ഞതുപോലെ ആ കില്ലറിനെയും ചോയെയും വെച്ച് ഒരു ലൈവ് ഷോ നടക്കുകയാണ്. ദെൻ ചോ ആ കില്ലറിനോട് ചോദിക്കുകയാണ്, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 10 പെൺകുട്ടികളെയാണ് നീ തട്ടിക്കൊണ്ടുപോയത്. 11ാമത്തെ പെൺകുട്ടിയുടെ കാര്യം നീ ഈ ബുക്കിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നു. അതിനാ കില്ലർ പറയുന്ന മറുപടി, ആ കൊല ഞാനല്ല ചെയ്തത്, അതുകൊണ്ടാണ് അതിൽ പറയാത്തതെന്ന് പറയുന്നു. ശേഷം ചോയ്, അവസാനമായി നമ്മൾ മീറ്റ് ചെയ്ത സമയത്ത് നീ എന്താണ് എന്നോട് പറഞ്ഞതെന്ന് ചോദിക്കുന്നു. അതിന് കില്ലർ, അതൊന്നും എനിക്ക് ഓർമ്മയില്ല, മനുഷ്യനെ സംബന്ധിച്ച് അവന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് മറവിയാണ് എന്നൊക്കെ കുറെ തത്വങ്ങൾ പറയുന്നുണ്ട്. ശേഷം ഈ ഷോയിലേക്ക് പബ്ലിക് എല്ലാം കോൾ ചെയ്ത് സംസാരിക്കാം. ഫസ്റ്റ് കോൾ ചെയ്യുന്നത് ഒരു പെൺകുട്ടിയാണ്. എനിക്ക് നിങ്ങളുടെ ബുക്കും നിങ്ങളെയൊക്കെ ഇഷ്ടമാണെന്ന് അവനെ വളരെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നു. നെക്സ്റ്റ് ആയിട്ട് ഒരു വ്യക്തി കോൾ ചെയ്യുന്നു. അവന്റെ പേരാണ് ജെ. അവസാനമായിട്ട് നടന്ന ആ ഒരു ചേസിംഗ് സീനിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് സിക്സാഗ് ആയിട്ട് ഓടിയത്? ബിൽഡിംഗ് എല്ലാം ചാടി മറിഞ്ഞൊക്കെ ഓടുന്നുണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഓടിയില്ല എന്നൊക്കെ ചോദിക്കുന്നു. പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഓടിയതെന്ന് കില്ലറും പറയുന്നു. അതൊന്നുമല്ല, ഇവിടെ ഇരിക്കുന്ന ചോ എന്ന പോലീസുകാരൻ 100 മീറ്റർ റേസ് വെറും 12 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്തവനാണ്. അവന്റെ മുമ്പിൽ നീ ഓടിക്കഴിഞ്ഞാൽ അവൻ ഈസി ആയിട്ട് നിന്നെ പിടിക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞു കുറെ ഡീറ്റെയിൽസ് ഒക്കെ ചോയെ പറ്റി പറയുന്നു. അത് ശരി, അപ്പോൾ നിങ്ങൾ എന്റെ ഫാനല്ല അവന്റെ ഫാനാണെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് കില്ലർ അയാളെ കളിയാക്കുന്നു. എടാ പൊട്ടാ, ആ കൊലകളൊക്കെ ചെയ്ത കില്ലറെ ഞാനാ, ഇനിയും നാണം കിട്ട് അവിടെ ഇരിക്കാതെ ഇറങ്ങിപ്പോയിക്കൂടെ എന്നൊക്കെ പറയുന്നു. ഷോ ഉൾപ്പെടെ അവിടെയുള്ള ആളുകളെല്ലാം ഇത് കേട്ട് സ്തംഭിച്ചു നിൽക്കുവാണ്. ശേഷം ഷോ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്ന ചോ ആ കോൾ വന്നത് എവിടെയെന്ന് ട്രേസ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ട്രേസ് ചെയ്ത് നോക്കുമ്പോൾ അത് നമ്മുടെ ചോയുടെ വീട്ടിൽ നിന്നുമാണ്. ഇപ്പുറത്താണെങ്കിൽ ഇവരോട് കൂടെ ഉണ്ടായിരുന്ന ഒരു ക്രോസ് ബോ വെച്ച പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, അവൾ ഇപ്പോൾ മിസ്സിംഗ് ആണ്. അതേപ്പറ്റി അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ശേഷം ഷോ കഴിഞ്ഞ് കില്ലർ ഇറങ്ങുന്നു. പ്രസ് മീഡിയ ഒക്കെ അവനെ വളയുന്നുണ്ട്. എന്നിട്ട് ആ കോളിനെ പറ്റി ചോദിക്കുമ്പോൾ അതൊരു പ്രാങ്ക് കോൾ ആണെന്ന് അവൻ പറയുന്നു. അവിടെ അടുത്തായി ഒരു ബാനറിന്റെ പിറകിൽ ആ ക്രോസ് ബോ വെച്ച പെൺകുട്ടി അവന് നേരെ അമ്പെയ്തു. അത് അവന്റെ ഷോൾഡറിൽ തറച്ചു കയറുന്നു. ദെൻ അവിടെ നിന്നും അവൾ രക്ഷപ്പെടാൻ നോക്കിയ സമയത്ത് പോലീസുകാർ അവളെ അറസ്റ്റ് ചെയ്യുന്നു. ശേഷം നമ്മുടെ ചോയ് വെപ്രാളം പിടിച്ച് വീട്ടിലെത്തുന്ന സമയത്താണ്, വീട്ടിലാവട്ടെ, ഇനി നീ എന്നോട് കളിക്കാൻ നിന്നാൽ നിന്റെ വായ ഞാൻ പിന്നെയും കീറിക്കളയും എന്നൊരു പേപ്പറിൽ അവൻ ഒട്ടിച്ചു വെക്കും. ഇത് കണ്ട് നായകൻ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആകുകയാണ്. ഈ ശബ്ദം കേട്ട് അവന്റെ റൂമിൽ നിന്നും അവന്റെ അമ്മ ഓടി വരികയാണ്. അമ്മയെ കണ്ടപ്പോഴാണ് നമ്മുടെ ചോയ് കുറച്ചെങ്കിലും സമാധാനമാകുന്നത്. ഇതേ സമയം അപ്പുറത്തെ ബിൽഡിങ്ങിൽ നിന്നും ലേസർ ലൈറ്റ് വെച്ച് കൈ കാണിക്കുന്നുണ്ട്. അത് കണ്ടതും നായകൻ അങ്ങോട്ടേക്ക് കൂടി കയറുകയാണ്. അവിടെ ഒരു ചെയറിലായിട്ട് ആദ്യത്തെ ഇൻസിഡന്റ് ഉപയോഗിച്ച ഒരു തുരുമ്പെടുത്ത കത്തിയും ഒരു വീഡിയോ കാസറ്റും അവിടെ വെച്ചിട്ടുണ്ട്. ചോയ് ആ വീഡിയോ എടുത്ത് പ്ലേ ചെയ്തു. നോക്കുമ്പോഴാണ് 11ാമതായി ഒരു പെൺകുട്ടിയെ കടത്തിയെന്ന് പറഞ്ഞില്ലേ, ആ പെൺകുട്ടിയുടെ വീഡിയോ ആണ് അതിൽ കാണിക്കുന്നത്. അതിൽ നീ എന്തായാലും എന്നെ കൊല്ലാൻ പോവുകയാണ്, എനിക്ക് എന്റെ ലവറിന്റെ വോയിസ് ഒന്ന് കേൾക്കണം. അതിനെ തുടർന്ന് ജെയും ഒരു വോക്കി ടോക്കി എടുത്തിട്ട് അവളുടെ ചെവിയുടെ അടുത്ത് വെക്കുന്നുണ്ട്. അതിൽ നിന്നും വരുന്ന സൗണ്ട് ആരുടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ചോയുടെയാണ്. സോ നമ്മുടെ ചോയുടെ ഗേൾഫ്രണ്ടിനെയാണ് ജെ അവസാനമായി തട്ടിക്കൊണ്ടു പോകുന്നത്. അതാണ് മൂവിയുടെ തുടക്കത്തിൽ നിനക്കൊരു പ്ലാൻ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് കില്ലർ പറയുന്നത്. പിന്നീട് ജെ ഒരു കത്തിയെടുത്ത് അവളുടെ അടുത്തേക്ക് വരുന്നതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. പക്ഷേ ചോയ് ആ വീഡിയോ വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്ത് കാണുകയാണ്. അതിനിടയിൽ എന്തോ ഒരു കാര്യം അവന് സ്പാർക്കാകുന്നുണ്ട്, എന്തോ ഒരു ക്ലൂ അവന് ലഭിക്കുന്നുണ്ട്.
വിളിക്കട ഒരു പ്രസ് കോൺഫറൻസ് എന്ന മട്ടിലൊരു മാസ് ഡയലോഗ് അടിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ട് ഒരു കത്തിയെല്ലാം പോയി കാണിക്കുന്നുണ്ട്. ഇതാണ് അന്ന് അവൻ എന്നെ അറ്റാക്ക് ചെയ്ത കത്തിയെന്നും ഇതിൽ ഞാൻ DNA ചെക്ക് ചെയ്തിട്ട് എൻ്റെ ബ്ലഡ് തന്നെയാണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ടെന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞതും പ്രസ് എല്ലാം അമ്പരപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ജെ തന്നെയാണോ റിയൽ കില്ലർ? അതിന് നായകനും ഈ ബുക്കിട്ട ആ ഒരു കില്ലർ പറഞ്ഞതും അവൻ്റെ ഷോൾഡറിൽ കിട്ടിയ ബുള്ളറ്റ് ഞാൻ ഷൂട്ട് ചെയ്ത ബുള്ളറ്റും ഒന്ന് തന്നെയാണെന്നാണ്. അതുകൊണ്ട് ഇവരിൽ ആരാണ് റിയൽ കില്ലർ എന്ന് പറയാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. എന്തായാലും വൈകാതെ തന്നെ അറിയിക്കാം എന്ന് പറഞ്ഞ് ആ ഒരു പ്രസ് കോൺഫറൻസ് അവിടെ അവസാനിപ്പിക്കുന്നു. അവിടെ കട്ട് ചെയ്ത് നേരെ ആ ഒരു TV ചാനൽ കാണിക്കുകയാണ്. അതിന്റെ ഹെഡ് പറയുന്നു, ആ ബുക്ക് എഴുതിയ കില്ലറും ചോയും പിന്നെ ആ ജെ എന്ന കില്ലറും എല്ലാരും കൂടെ ചേർന്ന് നമുക്കൊരു ഷോ നടത്തണം എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യുകയാണ്. ഇപ്പുറത്ത് ഇവനാകട്ടെ എന്റെ ലോക്കറെല്ലാം ആരോ പൊട്ടിച്ചു, അതിനുള്ളിലുള്ള വീഡിയോ കാസറ്റും കത്തിയും എല്ലാം മോഷ്ടിച്ചോണ്ട് പോയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും ഏതോ ഒരുത്തൻ എന്റെ പേരും പ്രശസ്തിയും തട്ടിയെടുക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്നതാണ് ഇതൊക്കെ എന്നും പറഞ്ഞ് വീണ്ടും ഒരു പ്രസ് മീറ്റ് കൂടുകയാണ്. ഇവൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മറ്റൊരു സ്ഥലത്ത് നിന്ന് കാണുകയും അവൻ കണ്ട് ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു ജെ ആകട്ടെ ചോയെ കോൾ ചെയ്ത് ഇൻവെസ്റ്റിഗേഷന്റെ കാര്യങ്ങളും ലൂപ്പ് ഹോൾസും ചെറിയ ചെറിയ ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞ് വീണ്ടും ഞാൻ തന്നെയാണ് കില്ലർ എന്നൊക്കെ ഉറപ്പുവരുത്തുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കരമധികം ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ വന്നിട്ട് കയ്യിൽ കിട്ടുന്ന എല്ലാം അടിച്ചു പൊട്ടിക്കുന്നു. ശേഷം ആ ബുക്ക് എഴുതിയവൻ വീണ്ടും ഒരു പ്രസ് മീറ്റ് കൂടുകയാണ്. ആ പ്രസ് മീറ്റിൽ ഈ ഒരു ബുക്ക് വിറ്റ് കിട്ടുന്ന കാശൊക്കെ ആ ഒരു വിക്ടിംസിന്റെ, അതായത് ആ പെൺകുട്ടികളുടെ റിലേറ്റീവ്സിന് കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് പറയുകയാണ്. ഇതേ സമയം പ്രസ് മീറ്റ് നടക്കുന്ന ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പിൽ ജെ വരികയും വാണ്ടഡ് ആയിട്ട് തന്നെ ഒരു പ്രസ് മീറ്റ് കൊടുക്കുന്നുമുണ്ട്. ഈ അവസരം ഞാൻ മിസ് ചെയ്യുന്നില്ല. ഒരു പൊട്ട പോലീസിന്റെ അടുക്കലും ഒരു നല്ല നടന്റെ അടുക്കലും സംസാരിക്കാൻ എനിക്ക് സമയം കിട്ടിയിരിക്കുകയല്ല. ഞാൻ എന്തായാലും അത് പാഴാക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇവരെ 3 പേരെയും വെച്ച് നടത്താമെന്ന് പറഞ്ഞ ആ മീറ്റിംഗ് ഇവൻ സമ്മതിച്ചിരിക്കുകയാണ്. ഇതേ സമയം താഴെയാകട്ടെ ആ പ്രസ് മീറ്റിലെ റിപ്പോർട്ടേഴ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് പറയുന്നു? ഇവനും പറയുന്നു, ഇതിലൊന്നും ഞാൻ പേടിക്കാൻ നിൽക്കുന്നില്ല, ഞാനും അതിന് തയ്യാറാണ്. ആരാണ് റിയൽ കില്ലർ എന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കൂ എന്ന് കൂളായിട്ട് റിയാക്ട് ചെയ്യുന്നു. ജെ അവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് അപ്പുറത്ത് നിന്ന് ഒരാളുടെ മൈക്കിന്റെ അവിടെ ഒരു ബാഗ് കെട്ടി തൂക്കി വിടുകയും ആ ബാഗിൽ എന്താണെന്ന് നോക്കുന്ന സമയത്ത് വീണ്ടും ഒരു വീഡിയോ കാസറ്റ് ആണ്. അത് ഇവര് പ്ലേ ചെയ്ത് നോക്കുന്നു. അതിൽ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതോ ഒരു മരത്തിൽ അവൻ ജെ മാർക്കൊക്കെ ഇട്ട് വെക്കുന്നു. ഈ ഒരു മരത്തിന്റെ ലൊക്കേഷൻ ഞാൻ ഈ ഷോ നടക്കുന്നതിന് 3 മണിക്കൂർ മുമ്പെങ്കിലും അറിയിക്കാം, അവിടെ വന്ന് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നു. ഇതേ സമയം ഇപ്പുറത്ത് വേറൊരു പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ സ്രാങ്കിനെയെല്ലാം ഈ ഒരു TV ചാനലിന്റെ വർക്കറിനെ പോലെ ഉള്ളിൽ കയറ്റുകയും കൂടാതെ ബാക്കി 2 പേരെയും സ്റ്റേഷനു വെളിയിലും ഉണ്ടാവും. കൂടാതെ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആ ഒരു സ്ത്രീ ഓഡിയൻസിന്റെ കൂടെ ഒരാളായിട്ട് ഇരിക്കുകയും റിയൽ കില്ലർ ആരാണെന്ന് മനസ്സിലാക്കിയ ശേഷം ഞാൻ അവനെ കൊന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരെ എങ്ങനെയാ കൊല്ലുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ അപ്പൂപ്പൻ കുറെ പാമ്പിനെ എല്ലാം വളർത്തുന്നുണ്ടല്ലോ, അതിന്റെ വെനം കളക്ട് ചെയ്ത് മഷി നിറയ്ക്കുന്നത് പോലെ ഒരു പേനയിൽ നിറച്ചു വെക്കുന്നു. പൊതുജനങ്ങൾ മുതൽ ഗവൺമെന്റ് വരെ ഈ ഒരു ടോക്ക് ഷോയെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇവരിൽ ആരാണ് കില്ലർ എന്നൊക്കെ അറിയാൻ വേണ്ടി പിറ്റേ ദിവസം ആ ഒരു ഷോ നടത്തുന്നു. കറക്റ്റ് ഈ സമയത്ത് ആ ഒരു ജെ എന്ന് പറയുന്ന വ്യക്തി അവിടെ എത്തിയിട്ടില്ല. അവൻ ഇങ്ങനെ ഭയങ്കര ലേറ്റ് ആവുകയാണ്. നോക്കുന്ന സമയത്ത് TV ചാനലിലെ ഗാർഡ്സിനൊപ്പം വലിയ മാസ് ഒക്കെ കാണിച്ച് അവന്റെ എൻട്രി. ഇപ്പോഴും അവൻ ആ മാസ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങളാണ് കില്ലർ എന്ന് എല്ലാവരുടെയും മുമ്പിൽ പറഞ്ഞു, പിന്നെന്തിനാണ് ആ മാസ്ക് വെച്ചേക്കുന്നത് എന്ന് പറയുന്നു. അത് കേട്ട് അവൻ ആ മാസ്ക് മാറ്റുന്നു. നമ്മുടെ ചോയ് ഒരു ചോദ്യം അവനോട് ചോദിക്കുകയാണ്, അവൾ ഇപ്പോൾ ജീവനോടെയുണ്ടോ? അവൾ എവിടെയാണ്? അതിന് അവൻ അതൊക്കെ വൈകാതെ തന്നെ മനസ്സിലാകുമെന്ന് പറഞ്ഞ് അവനെ കളിയാക്കുന്നു. ദെൻ ആ ജെ പറഞ്ഞു കൊടുത്ത ആ സ്ഥലത്തേക്ക് ഫോറൻസിക്കും പോലീസും എല്ലാം ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അവരും ആ ഒരു സ്ഥലം കുഴിച്ചു നോക്കുന്ന സമയത്താണ് അതിനുള്ളിൽ ഒരു അസ്ഥികൂടമുണ്ട്. അത് നോക്കുന്ന സമയത്ത് നമ്മുടെ ചോയുടെ ഗേൾഫ്രണ്ട് അവസാനമായിട്ട് പോകുന്ന സമയത്ത് ഒരു വൈറ്റ് കോട്ടാണ് ഇട്ടിരുന്നത്. അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ആ വൈറ്റ് കോട്ട് കിട്ടിയതിനെ തുടർന്ന് പെൺകുട്ടി മരിച്ചു എന്ന കാര്യം കൺഫേം ചെയ്യുന്നു. മകൾ മരിച്ചു എന്ന കാര്യം അറിഞ്ഞതും അവളുടെ അമ്മ വളരെയധികം സങ്കടപ്പെടുന്നു. ഇതേ സമയം ദേഷ്യം വന്ന നായകൻ അവനെ തല്ലാൻ വേണ്ടി കയ്യിലുണ്ടായിരുന്ന ഒരു ഗ്ലാസ് എടുത്തിട്ട് അവനെ ഓങ്ങുന്നു. അപ്പോൾ ഈ സമയത്ത് ഇടാൻ പറ്റിയ ഒരു പരസ്യം ഇട്ടിട്ട് അവിടെ ബ്രേക്ക് ചെയ്യുകയാണ്. ദെൻ അവിടെ കട്ട് ചെയ്ത് വീണ്ടും ആ സ്റ്റുഡിയോ കാണിക്കുന്നു. അവിടെ നമ്മുടെ ഷോ എല്ലാവരും പിടിച്ചു മാറ്റുന്നു. അപ്പോൾ മറ്റേവൻ നായകന്റെ അടുത്ത് വന്നിട്ട്, ഒരുപാട് ഷോ എന്ന് ഇറക്കണ്ട, നിന്റെ കാട്ടിക്കൂട്ടലുകളൊക്കെ കണ്ടാൽ തോന്നും ഇവനാണ് ആ കൊലയൊക്കെ ചെയ്തതെന്ന്, ഓവർ റിയാക്ട് ചെയ്യാതെ അങ്ങോട്ട് മാറിയിരിക്കടാ എന്നൊക്കെ പറഞ്ഞ് അവൻ പോകുന്നു.
ശേഷം നമ്മുടെ ചോയ് വാഷിംഗ് റൂമിൽ ചെന്ന് അവന്റെ ഫേസ് ഒക്കെ കഴുകുന്നു. ആ സമയത്താണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ക്ലൂവും കിട്ടാതെ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ചോയെ ഇതൊക്കെ ശരിയാകും, നീ ടെൻഷനൊന്നും അടിക്കേണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും നമ്മുടെ ഈ ഗേൾ ഫ്രണ്ടാണ്. ശരി, വിട്ടോ എന്റെ അമ്മ ഇപ്പോൾ വരും, വേഗം പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് ചോയെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നുണ്ട്. നായകൻ മെല്ലെ അവിടെ നിന്നും നടന്നു പോകുന്ന സമയത്താണ് കാറിൽ ഒരു സ്ത്രീ വരുന്നത്. അത് ആരാണെന്ന് വെച്ചാൽ ആ പെൺകുട്ടിയുടെ അമ്മയാണ്. അവര് വന്നതും അവർ നായകനെ കുറച്ച് ചീത്ത പറയുന്നുണ്ട്. നീ മൂലം അവൾക്ക് ഒരുപാട് ആപത്തുണ്ടാവും, അതുകൊണ്ട് നീ ഇനി തൊട്ട് അവളെ കാണരുതെന്ന് പറയുന്നു. ആ സീൻ അവിടെ കട്ടായി പിന്നെ പ്രസന്റിലേക്ക് വരുന്നു. ആ TV ഷോ കാണിക്കുകയാണ്. അവിടെ ഹോസ്റ്റ് പറയുന്നത് TV ടെസ്റ്റ് കഴിഞ്ഞാൽ ആരാണ് ഇവര് റിയൽ കില്ലർ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇവന്മാരാണെങ്കിൽ ഇവരൊക്കെ എത്ര പറഞ്ഞാലും വിശ്വസിക്കില്ല എന്നൊക്കെ ഡയലോഗ് അടിക്കുന്നു. ശേഷം ഹോസ്റ്റ് ആ ബുക്ക് എഴുതിയവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തേലും പറയാനുണ്ടോ എന്ന്. അപ്പോഴാണ് അവനൊരു കാര്യം പറയുന്നത്, ആ 10 പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി കൊന്ന കില്ലർ ഞാനല്ല. ഇത് കേട്ട അവിടെയുള്ള എല്ലാവരും കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഇത് കേട്ട് ആ ഹോസ്റ്റ് ചോദിക്കുന്നു, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കറക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് അങ്ങനൊരു ബുക്ക് പബ്ലിഷ് ചെയ്തത്, അതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നു. അതിനിവനും ഞാനല്ല ആ ബുക്ക് എഴുതിയതെന്ന് പറയുന്നു. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്, വ്യക്തമായി പറയൂ എന്നൊക്കെ ആ ഹോസ്റ്റ് ചോദിക്കുന്ന സമയത്ത് ഞാനാണ് ആ ബുക്ക് എഴുതിയെന്ന് നമ്മുടെ ചോയ് പറയുന്നു. വേറെ ലെവൽ സീനായിരുന്നു അത്. ചോയ് പറയുന്നു, ഈ ഇരിക്കുന്നത് വേറെ ആരും ഫസ്റ്റ് വിക്ടിമായ സ്ത്രീയുടെ മകനാണ്. ദെൻ ആ പയ്യന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊണ്ട് ഹോസ്റ്റിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അത് ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഇവൻ 2 വർഷം മുമ്പ് മരിച്ചതാണല്ലോ എന്ന് റിപ്പോർട്ടിൽ പറയുന്നത്. സോ അപ്പോഴാണ് അവിടെ ഒരു ഡോക്ടർ എഴുന്നേറ്റ് നിന്ന് ഒരു കാര്യം പറയുന്നത്. ഫിലിമിന്റെ ഫസ്റ്റില് ബിൽഡിങ്ങിൽ നിന്നും താഴേക്ക് വീണ് ബസ് ഇടിച്ചിട്ട് ഒരു പയ്യൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ ശരിക്കും മരിച്ചിട്ടുണ്ടായിരുന്നില്ല, അവന്റെ ജീവൻ ഞങ്ങൾ നിലനിർത്തിയിരുന്നു. പക്ഷെ അവന്റെ ഫേസ് ഡാമേജ് ആയതിനെ തുടർന്ന് ഞങ്ങൾ അവനെ പ്ലാസ്റ്റിക് സർജറി ചെയ്താണ്. ഇവനാണ് ആ ഫസ്റ്റ് വിക്ടിമിന്റെ മകൻ. പക്ക ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ട ആ TV ഹോസ്റ്റ് നമ്മുടെ ചോയെ നോക്കിയിട്ട്, ഇതെല്ലാം നിങ്ങളുടെ പ്ലാൻ ആണ്, ഇങ്ങനൊരു ബുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവൻ പുറത്തു വരുമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമായിരുന്നു എന്നെല്ലാം പറയുന്നു. അതിനു നായകൻ ജയെ നോക്കിയിട്ട്, നീ നിന്റെ പേരും പ്രശസ്തിയും മറ്റൊരുത്തം കൊണ്ടുപോകുമെന്ന് അറിഞ്ഞാൽ നിന്നെ പോലൊരു സൈക്കോ വെറുതെ ഇരിക്കില്ല എന്ന് ഞാൻ ഊഹിച്ചു. ഞാൻ ഊഹിച്ച പോലെ തന്നെ നീ ആയിട്ട് വന്നു, എന്റെ വലയിൽ വീണതാണ്, ഇനി നിനക്കൊരു തിരിച്ചുപോക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഉടനെ ജെ കൂളായിട്ട്, അതിന് നിനക്കിപ്പോൾ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, സ്റ്റാച്യു ഓഫ് ലിമിറ്റേഷൻ ഉണ്ടല്ലോ, പിന്നെ എന്തിനു വേണ്ടിയാണ് എന്നെ പിടിക്കാൻ ഇത്രമാത്രം വ്യഗ്രതയോടെ അലഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് ചോദിക്കുന്നു. അതിന് ചോയ്, അവൾക്ക് എന്തു പറ്റി, അവൾ ജീവനോടെയുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രനാൾ നിന്റെ പുറകെ നടന്നത്. അവൾക്ക് എന്തു പറ്റി എന്നറിയുന്ന ആ ഒരു നിമിഷം തന്നെ ഞാൻ നിന്നെ കൊന്നിരിക്കും എന്നെല്ലാം പറയുന്നു. പക്ഷെ അപ്പോഴാണ് നീ തന്നെ എനിക്കൊരു വീഡിയോ കാസറ്റ് അയച്ചു തന്നത്, നീ ഇത് കാണൂ എന്ന് പറഞ്ഞ് ആ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുന്നു. ആ ഒരു വീഡിയോയുടെ ഉള്ളിൽ അവൻ ഷൂട്ട് ചെയ്തിരുന്ന ആ സ്ഥലത്ത് നടക്കുന്ന ഇലക്ഷനെ പറ്റിയൊക്കെ ഡേറ്റ് ടൈമോട് കൂടി പക്കയായിട്ട് പറയുന്ന ഈ വീഡിയോയിൽ നന്നായിട്ട് കേൾക്കാമായിരുന്നു. അന്നത്തെ വോട്ട് കൗണ്ടിംഗ് December 19, 1992. ഇന്നത്തെ ഡേറ്റ് December 18, 2007. അതുകൊണ്ട് നിന്റെ സ്റ്റാച്യു ഓഫ് ലിമിറ്റേഷൻ തീരണമെങ്കിൽ 1/4 മണിക്കൂർ ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് അവൻ റിവോൾവർ എടുത്ത് അവന് നേരെ ചൂണ്ടി സൂപ്പർ മാസ് സീൻ. മറ്റുള്ളവരെ പോലെ അല്ലായിരുന്നു അവൾ എനിക്ക്. ഞാൻ അവളെ മാനസികപരമായും ശാരീരികപരമായും അവളെ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഞാൻ ചെയ്തു. ബട്ട് ആ ഒരു സമയത്ത് പോലും അവൾ ആകെ പറഞ്ഞത് നിന്റെ പേര് മാത്രമായിരുന്നു. നിന്റെ മാത്രമായിരുന്നു അവൾക്ക് ഏറ്റവും ഇഷ്ടം. മരിക്കുന്ന സമയത്ത് അവൾ കൺസീവ് ആയിരുന്നു എന്നും വീണ്ടും വീണ്ടും കാര്യങ്ങൾ പറഞ്ഞ് ചോയെ ദേഷ്യപ്പെടുത്തുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന് ആ റിവോൾവർ വെച്ച് ജെയിനെ അടിച്ച് താഴെയിടുന്നു. നീ നിന്റെ ഗേൾഫ്രണ്ടിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ നീ ഇത്രയും നാളും എന്നെ വെറുതെ വിട്ടത്? നീ പറഞ്ഞ ശരിയാ, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് അവനെ കൊല്ലാൻ വേണ്ടി ട്രിഗർ വലിക്കുന്നു. ആ ഒരു സമയത്ത് നായകന്റെ കൂട്ടുകാരൻ വന്ന് അവനെ തട്ടി മാറ്റുന്നു. സമയം വെടി ഒരു ലൈറ്റിൽ കൊടുക്കുകയും അവിടെ ഫുൾ ഇരുട്ടാകുകയും ചെയ്യുന്നു. എല്ലാവരും അവൻ എവിടെ എന്നൊക്കെ ചെക്ക് ചെയ്യുകയാണ്. ലൈറ്റ് വരുന്ന സമയത്ത് ആ നായികയുടെ അമ്മ അവനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവൻ തിരിച്ചു തടഞ്ഞ് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇപ്പുറത്ത് ഇവനാകട്ടെ ആ ജയെ ലിഫ്റ്റിലേക്ക് കയറ്റി തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അവിടുന്നും അവൻ തള്ളിയിട്ട് തട്ടിമാറ്റി ഓടുകയാണ്. ഇവിടെയുള്ള സെക്യൂരിറ്റീസ് ഒക്കെ അവനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവരെല്ലാം മറികടന്ന് അവൻ വിൻഡോ ഗ്ലാസ് പൊട്ടിച്ച് പുറത്തേക്ക് ചാടി കാർ എടുത്ത് പോവുകയാണ്. ആ കാർ എടുത്ത് പോകുന്ന സമയത്ത് ആ അപ്പൂപ്പനില്ലേ, അയാൾ വലിയൊരു ബുൾഡോസർ പോലുള്ള വണ്ടി വെച്ചിട്ട് അവനെ ഇടിച്ചിടുന്നു. എന്നാൽ അതിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു പോവുകയാണ്. ഒരു ബൈക്ക് എടുത്തോണ്ട് ജെ അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചോയ് കാറിൽ അവനെ ചേസ് ചെയ്യുകയാണ്. ഇവരുടെ പിന്നാലെ ഓരോരുത്തരായി ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോലീസും മീഡിയാസും. ഇവിടെ വെച്ച് നല്ലൊരു അടിപൊളി ചേസിങ് സീനാണ് നടക്കുന്നത്. ഇവിടെ ചോയ്
ദെൻ എങ്ങനെയൊക്കെയോ നമ്മുടെ ചോയ് അവനെ പിടിക്കുന്നുണ്ട്. കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവിടെ കുറെ പോലീസുകാർ വന്ന് ചോയെ തടയുന്നു. ശേഷം ഇവൻ വന്നിട്ട് അവനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവനെയും അവിടെയുള്ള പോലീസുകാർ തടയുന്നു. ദെൻ നമ്മുടെ നായികയുടെ അമ്മ വന്നിട്ട് ആ ഒരു പേന കൊണ്ട് അവനെ കുത്താൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചോയ് ആ സ്ത്രീയെ തടയുന്നുണ്ട്. എന്നെ വിട്, എനിക്ക് അവനെ കൊല്ലണം എന്നൊക്കെ അവർ കരഞ്ഞു പറയുന്നുണ്ട്. എന്താകും അടുത്തത് നടക്കുന്നത്? അടുത്ത ഷോട്ടിൽ തന്നെ ആ പേന ജയുടെ നെഞ്ചിൽ തറച്ചിരിക്കുന്നതായി കാണിക്കുന്നു. ചോയ് തന്നെയാണ് ആ പേന അവന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കിയതും. പാമ്പിന്റെ വിഷം അതിൽ നിറച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ ഉള്ളിൽ അത് കയറിയിട്ട് അവിടെ തന്നെ മരിച്ചു വീഴുകയാണ്. ശേഷം നായകന്റെ വാച്ച് തറയിൽ കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ നിന്നും ഒരു ബാക്ക് സ്റ്റോറി കാണിക്കുകയാണ്. അതെന്താന്ന് വെച്ചാൽ നായകന്റെ ഗേൾഫ്രണ്ട് നായകന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ആ വാച്ച് മേടിച്ചത്. എന്നാൽ അവൾക്കത് കൊടുക്കാൻ സാധിക്കുന്നില്ല. അത് കൊടുക്കാൻ പോയ സമയത്ത് അവൾ അവനെ കുറെ വെയിറ്റ് ചെയ്തെങ്കിലും അവനെ അന്ന് കാണാത്തതിനാൽ റോഡ് സൈഡിൽ കൂടെ നടക്കുന്ന സമയത്താണ് നമ്മുടെ ജെ വന്ന് നായികയെ കടത്തിക്കൊണ്ടു പോകുന്നതും അവളെ കൊല്ലുന്നതും. ശിക്ഷയെല്ലാം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞാണ് നായകൻ പുറത്തിറങ്ങുന്നത്. കാരണം എന്തെന്നാൽ സ്റ്റാച്യു ഓഫ് ലിമിറ്റേഷൻ തീരാൻ വെറും 15 മിനിറ്റ് മാത്രമായിരുന്നല്ലോ ബാക്കിയുള്ളത്. പക്ഷെ അതിനുശേഷമായിരുന്നു നായകൻ ആ കില്ലറിനെ കൊന്നത്. പിന്നെ മരിച്ചവൻ അത്ര നല്ല പുള്ളിയൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ക്രിമിനൽ ഒഫൻസിന്റെ പേരിൽ ഒരു 5 വർഷം മാത്രമേ അവനെ ശിക്ഷിച്ചുള്ളൂ. ദെൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന നായകനെ കാണാൻ വേണ്ടി ആ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടുമിക്ക പേരും അതിന്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അവരെല്ലാവരും ചിരിച്ചുകൊണ്ട് തന്നെ ഇവനെ വെൽക്കം ചെയ്യുന്നു. നായികയുടെ അമ്മ നായിക ഇവന് വേണ്ടി വാങ്ങിച്ച വാച്ച് ചോയ്ക്ക് കൊടുക്കുന്നു. അതിനുശേഷം എല്ലാവരും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ശേഷം സ്റ്റാച്യു ഓഫ് ലിമിറ്റേഷന്റെ കാലാവധി മാറ്റി 15 വർഷം എന്നുള്ളത് 25 വർഷത്തേക്കാക്കി. സോ ഈ മൂവിയുടെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.